രീതിയിൽ അവസരം ഒരുക്കി തന്നതാണ് നമ്മുടെ കമ്പനി. സോ നിങ്ങൾ ഏത് രീതിയിലാണ് വരുന്നതെങ്കിലും നമുക്ക് സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്സസിന്റെ ഡെഫിനേഷൻ എന്താണ് സക്സസ്? എന്തൊക്കെ ഉണ്ടെങ്കിൽ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സക്സസ് എന്ന് പറയും? ഹാപ്പിനെസ്, വെൽത്ത്. വേറെ ആരെങ്കിലും ഒന്ന് വെൽത്ത്, പിന്നെ വേറെന്താ? പലർക്കും പല കാഴ്ചപ്പാടാണ്. സോ വേറെന്താ? വേറെ എന്തായിരിക്കും നമ്മുടെ സക്സസിനെ ഡിഫൈൻ ചെയ്യുന്നത്? എന്തായിരിക്കും? നല്ലൊരു ലൈഫ് സ്റ്റൈൽ. ഓക്കെ, ഹാപ്പി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ. വേറെ ആർക്കെങ്കിലും? സോ നമ്മൾ 3 കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ മെയിൻ ആയിട്ട് സക്സസിനെ ഡിഫൈൻ ചെയ്യുന്നത്. എന്താണ്? ഒന്ന് ഹെൽത്ത്, രണ്ടാമത്തെ വെൽത്ത്, മൂന്നാമത്തെ ഫ്രീഡം. ഈ പറഞ്ഞ കാര്യങ്ങൾ 3 ഉണ്ടെങ്കിൽ നമുക്കൊരു ശരാശരി മനുഷ്യൻ സക്സസ് ആണെന്ന് നമുക്ക് പറയാം. നമുക്ക് ഹെൽത്ത് ഉണ്ട്, പക്ഷെ വെൽത്ത് ഇല്ലെങ്കിൽ നമുക്ക് ഗുണമുണ്ടോ? ഇല്ല അല്ലേ? നമ്മൾക്ക് ഹെൽത്ത് ഉണ്ട്, പക്ഷെ നമുക്ക് വെൽത്ത് ഇല്ലെങ്കിൽ നമ്മൾ എന്തിനോ വേണ്ടി ജീവിക്കുന്ന, ആർക്കോ വേണ്ടി തിളക്കുന്ന സാമ്പാറിലേക്ക് പോകും. സോ അടുത്തത് നമ്മൾക്ക് വെൽത്ത് ഉണ്ട്, ഹെൽത്ത് ഇല്ല. കുറെ കാശുണ്ട്, പക്ഷെ എന്തില്ല? ആരോഗ്യമില്ല. നമ്മൾ വെട്ടിത്തരാണ്. അപ്പൊ നമുക്ക് എന്തുണ്ട്? കാശുണ്ടായിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഉണ്ടാക്കിയ വേറെ ആരെങ്കിലും ഒക്കെ എൻജോയ് ചെയ്തിട്ട് പോകും. സോ ഇത് രണ്ടും ഉണ്ട്. നമുക്ക് ഫ്രീഡം ഇല്ലെങ്കിലോ, നമുക്ക് ആസ്വദിക്കാൻ പറ്റിയില്ലെങ്കിലോ, ഇത് രണ്ടിനും ഒരു മീനിങ് ഉണ്ടാവില്ല. സോ ഈ ഒരു 3 കാര്യവും നമുക്ക് കിട്ടുമ്പോഴാണ് ഒരു സാധാരണ മനുഷ്യൻ നമ്മള് സക്സസ് എന്ന് പറയുന്നത്. ഈ ഒരു 3 കാര്യങ്ങളും നിങ്ങൾക്ക് ഒരേ ഒരു അവസരത്തിൽ നമുക്ക് സൊസൈറ്റിയിൽ കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ടോ? അപ്പൊ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ഹെൽത്തും ഫ്രീഡവും കിട്ടാനുള്ള സാധ്യതകളുണ്ടോ? സോ ഈ ഒരു 3 കാര്യങ്ങളും ഒരേ നേരത്ത് നമ്മുടെ ലൈഫിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. സോ നമുക്ക് ആ ഓപ്പർച്യൂണിറ്റി ഒരു നല്ലൊരു കഴിവുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? സോ ഈ ഒരു പ്രസന്റേഷൻ നിങ്ങൾക്ക് ഈ 3 കാര്യങ്ങളും കിട്ടുന്നതിൽ ഞാൻ 100% ഉറപ്പ് തരികയാണ്. സോ എല്ലാവരും നല്ല രീതിയിൽ ഇത് ശ്രദ്ധിച്ചുകൊണ്ട് ഒരു അർപ്പണ മനോഭാവത്തോടു കൂടി തന്നെ ഈ ഒരു പ്രസന്റേഷൻ കേൾക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. നമുക്ക് ഏർണിങ്സിന്റെ കാര്യത്തിലേക്ക് പോകാം. നമുക്ക് ഒരു സാധാരണക്കാരന് എങ്ങനെയാണ് പണം സമ്പാദിക്കുന്നത്? പണം സമ്പാദിക്കുന്ന വെൽത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു സാധാരണക്കാരൻ ഏതൊക്കെ രീതിയിലായിരിക്കും നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? ഒന്ന് നമുക്ക് ജോലിയിൽ നിന്നും, മറ്റൊന്ന് ബിസിനസ്സിൽ നിന്നുമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് ജോലിയിൽ നിന്നാണെങ്കിലും ബിസിനസ്സിൽ നിന്നാണെങ്കിലും എങ്ങനെയാണ് വരുമാനം വരുന്നത്? നമ്മൾ ചെയ്യുന്ന ജോലി, പ്രവൃത്തി മണിക്കൂർ, എന്താണോ ജോലി, എത്ര മണിക്കൂർ പ്രവർത്തിക്കുന്നുണ്ട് എന്നതായിരിക്കും നമ്മുടെ അടിസ്ഥാനമായിട്ടുള്ള വരുമാനം, അല്ലെ? നമ്മൾ ഇപ്പൊ ഒരു കൂലിപ്പണിക്കാരനാണ്, നമ്മൾ 8 മണിക്കൂർ പണിയെടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു വരുമാനമായിരിക്കും. നമ്മളൊരു വൈറ്റ് കോളർ ജോബ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എത്ര മണിക്കൂർ പണിയെടുക്കുന്നോ അവർക്ക് 2 പേർക്കും പണിയെടുക്കുന്ന 8 മണിക്കൂർ ആണെങ്കിലും ജോലി വേറെ ആയതുകൊണ്ട് വരുമാനം വേറെ ആയിരിക്കും. സോ ഇത് തന്നെയാണ് നമ്മുടെ വരുമാനത്തിന്റെ ഫോർമുല. നമ്മൾ എന്ത് ജോലി ചെയ്യുന്നോ, എത്ര മണിക്കൂർ ചെയ്യുന്നോ, അതാണ് നമ്മുടെ വരുമാനത്തിന്റെ ഫോർമുല. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിലെ നമ്മുടെ സാധാരണക്കാർ ചെയ്യുന്നത് ഒരു 8 മണിക്കൂറാണ് നമ്മൾ പണിയെടുക്കുന്നതെങ്കിൽ നമുക്കൊരു സാധാരണമായിട്ട് നമ്മുടെ ഇന്ത്യൻ പുരുഷന് അല്ലെങ്കിൽ ഇന്ത്യൻ നമ്മുടെ പേഴ്സന് 15,000 to 40,000 രൂപയ്ക്ക് നമ്മുടെ സാലറി ആയിട്ട് കിട്ടുന്നത്. അതേ നമ്മൾ ഒരു 10 മണിക്കൂറാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിലും നമുക്ക് 25,000 തൊട്ട് 60,000 വരെ നമുക്ക് ഇൻകം ഉണ്ടാവും. അതായത് നമ്മൾ 24 മണിക്കൂർ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. പോസിബിൾ ആണെന്ന് വെച്ചാൽ പോസിബിൾ അല്ല. ഇനി പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സമൂഹത്തില് നമുക്ക് മാക്സിമം അണ്ടർ 1 lakhന് മേലായിരിക്കും നമ്മുടെ ഇൻകം വരുന്നത്. ഇത് എന്തുകൊണ്ടാണ് നമ്മൾ 24 മണിക്കൂർ നമ്മൾ പണിയെടുത്തുകൊണ്ടും നമുക്കൊരു ടൈം ഫ്രീഡത്തിലേക്കും ഒരു വരുമാനം, നമുക്കൊരു പാസീവ് ഇൻകത്തിലേക്ക് മാറാത്തത്? കാരണം ഇവിടെ നമ്മൾ ഒരാളാണ് പണിയെടുക്കുന്നത്. നമ്മുടെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എഫേർട്ടാണ്. പിന്നെ ലിമിറ്റഡ് ഇൻകമാണ്. നമ്മൾ എത്ര പണിയെടുത്താലും നമുക്ക് ഒരാൾക്ക് 24 മണിക്കൂറിൽ കൂടെ ഒരാൾക്ക് പണിയെടുക്കാൻ പറ്റും. നമ്മൾ പറഞ്ഞല്ലോ, പ്രവൃത്തി മണിക്കൂറും പ്രവൃത്തിയുമാണ് നമ്മുടെ വരുമാനം എന്ന് പറഞ്ഞു. സോ 24 മണിക്കൂറിൽ കൂടി നമുക്ക് പണിയെടുക്കാൻ പറ്റില്ല ഒരു ദിവസം. സോ അതുകൊണ്ട് നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻകം വരും. അതേ നമ്മൾ രണ്ടാമത്തെ കാറ്റഗറി ബിസിനസ് പീപ്പിൾ. ഇവരും മണി ഏൺ ചെയ്യുന്നവരാണ്, വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നവരാണ്. ഇവരെന്താ ചെയ്യുന്നത്? ഇവരുടെ ഇൻകത്തിന് ലിമിറ്റ് ഉണ്ടാവും. ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ പ്രോഫിറ്റ് ലിമിറ്റ് ആരാണ് നിയന്ത്രിക്കുന്നത്? ആ സമ്പന്നൻ തന്നെയായിരിക്കും, അല്ലെങ്കിൽ ആ ബിസിനസ് ചെയ്യുന്ന ആളായിരിക്കും. ഇവരെന്താ ചെയ്യുന്നത്? ഇവര് ഒരു കൂട്ടം ആളുകളുടെ പ്രവൃത്തി മണിക്കൂർ, അതായത് എന്നെയും നിങ്ങളെയും പോലെ ഒരു കൂട്ടം ആൾക്കാരുടെ പ്രവൃത്തി മണിക്കൂർ ഇവർ മേടിച്ചുകൊണ്ട് ആ പ്രവൃത്തി മണിക്കൂറിന് അവർക്ക് വേണ്ട പ്രവൃത്തിയിലേക്ക് അവരാക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അവർക്കൊരു വലിയൊരു ഇൻകം. പക്ഷെ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയൊരു ബിസിനസ് മാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ലുലുവിന്റെ ഓണർ ആയിട്ടുള്ള നമുക്ക് യൂസഫ് അലി സാറിന് പറയാം. യൂസഫ് അലി സാർ ഒരു ദിവസം എത്ര മണിക്കൂർ? നമ്മുടെ ഇവിടെ എറണാകുളത്തെ ലുലുവിൽ തന്നെ നമുക്ക് നോക്കാം. ഒരു 8,000 പേര് പണിയെടുക്കുന്നുണ്ടെന്ന് വെച്ചു. ഈ 8,000 പേരുടെയും 8 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിന്റെ മണിക്കൂർ എത്രയും
മനസ്സിലായോ? 64 മണിക്കൂറിന് മേളിലായി. 24 മണിക്കൂർ പ്രവർത്തിക്കുന്നതിനേക്കാൾ നമുക്ക് എന്ത് കിട്ടി? അത്രയും കൂടുതൽ മണിക്കൂറുകൾ പ്രവർത്തിക്കാൻ സാധിച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരു സമ്പന്നനായത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു കൂട്ടം ആൾക്കാരുടെ പ്രവൃത്തി മണിക്കൂർ നമ്മൾക്ക് ഉപയോഗിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കും എന്താ പറ്റും? നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെ എന്തുകൊണ്ടാണ് അപ്പൊ ബിസിനസ് ചെയ്യുന്നവരാണ് ലൈഫിൽ സക്സസ് ആയിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ ടൈം ഫ്രീഡം ആയാലും നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്? എന്തുകൊണ്ടാണ് സാധാരണക്കാരുടെ ബിസിനസ് ചെയ്യാൻ പറ്റാത്തത്? എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകുന്നത്, നമ്മൾ പറഞ്ഞ ഹെൽത്തും വെൽത്തും ഹാപ്പിനെസ്സും ഒക്കെ എല്ലാവർക്കും വേണ്ട കാര്യമല്ല. എന്തുകൊണ്ടാണ് നമ്മൾ സാധാരണക്കാരന് ബിസിനസ് ചെയ്യാൻ പറ്റാത്തത്? എന്താണ്? ഫൈനാൻഷ്യൽ, അതായത് നമ്മുടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് വേണം അല്ലേ? പിന്നെ വേറെ എന്തൊക്കെയാ? വേറെ എന്തെങ്കിലുമൊക്കെ ഘടകങ്ങളുണ്ടോ സാധാരണക്കാരൻ ബിസിനസ് തുടങ്ങാണ്ടിരിക്കാനായിട്ട്? കാരണം സ്ഥാപനം, ലേബർ ക്യാപിറ്റൽ ഒക്കെ ആണ്. സോ ഞാൻ നിങ്ങൾക്ക് ഒരു അവസരം പരിചയപ്പെടുത്താൻ പോകുകയാണ്. വിത്തൗട്ട് ലാൻഡ് ഒരു സ്ഥാപനമോ അല്ലെങ്കിൽ വിത്തൗട്ട് ലേബർ ഒരു ജോലിക്കാരോ ഇല്ലാണ്ട്, വിത്തൗട്ട് ലാൻഡ് ലേബർ ക്യാപിറ്റൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റോ ഇല്ലാണ്ട് സത്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഒരു ട്രൂ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആ ഓപ്പർച്യൂണിറ്റിയുടെ ആ ഇൻഡസ്ട്രിയുടെ പേരാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഏതൊരു സാധാരണക്കാരനും അദ്ദേഹത്തിന്റെ ലാൻഡ് ലേബർ ക്യാപിറ്റൽ പോലുള്ള ഘടകങ്ങൾ ഇല്ലാണ്ട് ഒരു വലിയ വൻകിടക്ക് ബിസിനസ്സുകാരനാകാൻ പറ്റുന്ന ഒരു മഹത്തായ ഓപ്പർച്യൂണിറ്റിയാണ്. സോ എന്താണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടാവും. ഡയറക്ട് സെല്ലിംഗിന്റെ ഒറിജിനൽ ഡെഫിനിഷൻ നമ്മൾ അറിയണമെങ്കിൽ നമുക്ക് നിലവിലുള്ള മാർക്കറ്റിംഗ് രീതി നമ്മൾ പഠിക്കണം അല്ലെ? ട്രഡീഷണൽ മാർക്കറ്റിംഗ്. എന്താണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ്? നമ്മളെല്ലാവരും ഒരു ഉൽപ്പന്നത്തിന്റെ കൺസ്യൂമറാണ്, നമ്മളെല്ലാവരും സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. നമ്മളൊരു പേസ്റ്റ് മേടിക്കാൻ, ഇപ്പൊ ഫേമസ് ആയിട്ടുള്ള ഒരു പേസ്റ്റിന്റെ ബ്രാൻഡിന്റെ പേര് പറയോ ആരെങ്കിലും? കോൾഗേറ്റ് അല്ലെ? കോൾഗേറ്റ് നമ്മളെല്ലാവരും കൺസ്യൂമേഴ്സ് ആണ്, നമ്മൾ മേടിക്കുന്ന ആൾക്കാരാണ്. കറക്റ്റ് അല്ലേ? ഇത് വിൽക്കുന്ന ആൾക്കാരെല്ലാം നമ്മൾ. പക്ഷെ ഇതിന് ഏതൊരു ഉൽപ്പന്നവും ഒരു മാനുഫാക്ചർ ഉണ്ടാവില്ലേ, ഉണ്ടാക്കുന്ന ഒരാൾക്കാർ. ഇപ്പൊ കോൾഗേറ്റ് എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ ബേസ്ഡ് കമ്പനിയാണ്. സോ അമേരിക്കൻ ബേസ്ഡ് ഒരു കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നു. ഇതെങ്ങനെയാണ് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത്? നമ്മളെവിടെ നിന്ന് മേടിക്കുന്നത്? നമ്മുടെ അടുത്തുള്ള ഒരു റീറ്റെയിൽ ഷോപ്പിൽ നിന്നാണ് മേടിക്കുന്നത്. നമ്മുടെ കയ്യിലേക്ക് ഇത് എത്തുന്നത് എങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഒരു റീറ്റെയിൽ ഷോപ്പിലേക്ക് ഒരു വണ്ടി വന്നിട്ട് സ്റ്റോക്ക് ഇറക്കി വെക്കുന്നു, ഈ വണ്ടിക്ക് പുറകിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇതിന് പുറകിൽ നടക്കുന്നതാണ് ട്രഡീഷണൽ ബിസിനസ് എന്ന് പറയും. ഒരു ഫാക്ടറി ഉണ്ടാവും, അവിടെ ഒരു ഉൽപ്പന്നങ്ങൾ മാനുഫാക്ചർ ചെയ്യും. അതിൽ നിന്ന് ഇപ്പൊ കോൾഗേറ്റ് എന്ന് പറഞ്ഞാൽ US ബേസ്ഡ് കമ്പനിയാണ്. അവിടുത്തെ നാഷണൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിലേക്ക് ഇന്ത്യ, പാകിസ്ഥാൻ, അതേപോലുള്ള ബംഗ്ലാദേശ്, അങ്ങനെ കോണ്ടിനെന്റും നാഷണലിലേക്ക് അത് മാറും. അതിൽ നിന്ന് ഒരു C&F ഏജൻസി എടുക്കും. ആ C&F ഏജൻസിയിലേക്ക് സോൺ, ഇന്ത്യ നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് സോണൽ ഡിസ്ട്രിബ്യൂട്ടറിലേക്കും, അതിൽ നിന്ന് സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂട്ടറിലേക്കും, അതായത് ഡിസ്ട്രിക്ട് ഡിസ്ട്രിബ്യൂട്ടറിലേക്കും, അത് കഴിഞ്ഞിട്ട് ഹോൾസെയിലറിലേക്കും, അത് കഴിഞ്ഞിട്ടാണ് റീറ്റെയിൽ ഷോപ്പിൽ നമ്മുടെ അടുത്തുള്ള ചെറിയ കടയിലേക്ക് എത്തുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിലേക്ക് ഒരു ഉൽപ്പന്നം എത്തുന്നത്. പിന്നെ ഞാൻ ഇവിടെ ചോദിച്ചല്ലേ ഏത് പേസ്റ്റിന്റെ പേര് പറയാൻ പറഞ്ഞു. എന്താണ് നമ്മൾ പർട്ടിക്കുലർലി കോൾഗേറ്റ് എന്ന് തന്നെ പറയാൻ കാരണം? വേറെ എത്രയോ പേസ്റ്റ് ഉണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് കോൾഗേറ്റ് വന്നത്? പരസ്യം, അഡ്വർടൈസ്മെന്റ്. ഈ പരസ്യം ചെയ്യുന്നത് ആരായിരിക്കും? ബൂസ്റ്റ് ഇസ് ദ സീക്രട്ട് മൈ എനർജി ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ബൂസ്റ്റ് മേടിക്കും. കേട്ടല്ലേ? ഇത് പറയണമെങ്കിൽ ഒരു സെലിബ്രിറ്റി ആയിരിക്കണം അല്ലെ? സമൂഹത്തിൽ അത്യാവശ്യം മറ്റുള്ളവര് ബഹുമാനിക്കുന്ന, മറ്റുള്ളവർക്ക് ഒരു വാല്യൂ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കണം. ഒരു വെറുതെ പറയും ആരെങ്കിലും പരസ്യം വെറുതെ പറയും. ഏറ്റവും കൂടുതൽ പരസ്യത്തിനാണ് കാശ് വരുന്നത്. ഒരു പടത്തിൽ അഭിനയിക്കുന്നതിനേക്കാളും ഒരു 10 മിനിറ്റ് പരസ്യത്തിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ ആക്ടേഴ്സിന് കൂടുതൽ കാശ് കിട്ടുന്നവരാണ്. നമ്മുടെ ഓരോരോ കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആരൊക്കെ ആയിരിക്കും? മനസ്സിലായോ? അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യത്തിന് ഈ പറഞ്ഞ നമ്മളിപ്പോ ഒരു ട്രഡീഷണൽ മാർക്കറ്റ് നമ്മളൊരു 100 രൂപയുടെ ഉൽപ്പന്നം നമ്മൾ പറഞ്ഞ പോലെ കോൾഗേറ്റ് പേസ്റ്റ് 100 രൂപ എന്ന് വെച്ചോ, നമ്മൾ 100 രൂപ മാർക്ക് കൊടുത്തല്ലേ മേടിക്കുന്നത്. ഇതിന്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് 30 രൂപ ഉണ്ടാവുള്ളൂ. നമ്മള് 30 രൂപയുടെ സാധനമാണ് നമ്മൾ 100 രൂപ കൊടുത്ത് മേടിക്കുന്നത്. ഇതെങ്ങനെയാണ് നമ്മളിലേക്ക് 100 രൂപ ആകുന്നത്? നമ്മൾ ഈ ഇടനിലക്കാരെന്ന് പറഞ്ഞില്ലേ, അവരുടെയൊക്കെ ഒരു പ്രോഫിറ്റ് പോകുന്നുണ്ടല്ലോ. ഇപ്പൊ അഡ്വർടൈസ്മെന്റ് ആയാലും അവർക്ക് ഒരു കാശ് കൊടുക്കണമല്ലോ. ഇത് ആരുടെ കൊടുക്കും? നമ്മളെ പോലുള്ള മേടിക്കുന്ന കൺസ്യൂമേഴ്സിൽ നിന്ന് എടുത്തു കൊടുക്കും. അപ്പൊ ഇത്തരത്തിലില്ലാണ്ട് ഈ എക്സ്പെൻസ് 40 മുതൽ 60% നമ്മുടെ അടുത്ത് നിന്ന് പോകുന്ന എക്സ്പെൻസ്, ഈ മാർക്കറ്റിങ്ങിന് വേണ്ടി പോകുന്ന എക്സ്പെൻസ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ ഡയറക്റ്റ് ഒരു ഫാക്ടറിയിൽ നിന്ന് ഒരു ഡിസ്ട്രിബ്യൂട്ടറിലേക്ക്, അൾട്ടിമേറ്റ് കൺസ്യൂമറിലേക്ക് എത്തിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയുടെ പേരാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് എന്താണ് ലാഭം? നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് 60% നമ്മൾ കൊടുക്കുന്ന ഇതെന്ത് കിട്ടും? നമ്മളെ പോലുള്ള സാധാരണ ആൾക്കാരിലേക്ക് തന്നെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. നമ്മൾ ഈ പരസ്യവും ഈ പറഞ്ഞ കാര്യങ്ങളും നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിലേക്ക് ഈ ഒരു എമൗണ്ട് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ്. ഈ ഇൻഡസ്ട്രിയുടെ ഒരു സ്കോപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിക്കി, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ കൊമേഴ്സ് ആൻഡ് ചാമ്പർ ഇൻഡസ്ട്രി.
ഫിക്കിയും KPMG ഏഷ്യയിലെ ഏറ്റവും വലിയൊരു അനലിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സംഘടനയാണ് KPMG. അവർ പറയുന്ന സ്റ്റഡീസ് ഇതിന്റെ സ്കോപ്പ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 1.8 ഇന്ത്യൻ യൂത്ത് 1.8 ക്രോർ ഇന്ത്യൻ യൂത്ത് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് 2025 വരുന്നതാണ് പറയുന്നത്. അതേപോലെ 18 മില്യൺ യൂത്ത് ആണ് 2025 ജോലിയായിട്ട് ഒരു ഫുൾ ടൈം കരിയർ ആയിട്ട് എടുക്കുന്നത് നമ്മൾ പറയുന്നത്. ഇന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഗൂഗിളൊക്കെ പോയി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സ് പഠിക്കാം, ഡാറ്റാ സയൻസിന്റെ കോഴ്സ് പഠിക്കാനായിട്ട് 1.5 ലക്ഷം രൂപയുടെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഒരു വലിയൊരു സ്കോപ്പ് ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ്. ഈ ഒരു സ്കോപ്പ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഒരു ഗസറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കേരള ഗവൺമെന്റ്. ആ ഗസറ്റിന്റെ കോപ്പിയാണ് ഈ കാണുന്നതൊക്കെ. ഇതിനെ സംബന്ധിച്ച് തന്നെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറ് നമ്മുടെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഡയറക്ടറിന്റെ പറ്റി എഴുതിയേക്കുന്ന ഒരു ബുക്കാണ്. ഈ ഒരു ബുക്ക് നമുക്ക് ഗുജറാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ എന്ന് പറഞ്ഞ ഒരു കോളേജുമായിട്ട് ബന്ധിപ്പിച്ചാണ് ഈ ഒരു ബുക്ക് നമുക്ക് ഇറക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ അന്നത്തെ മിനിസ്റ്റർ ഓഫ് ഫുഡ് സിവിൽ സപ്ലൈ ഗ്രൂപ്പിന്റെ സാറും അവരൊക്കെ എഴുതിയേക്കുന്നത്, നമ്മുടെ സിവിൽ സപ്ലൈസ് ഗ്രൂപ്പിന്റെ മിനി ആന്റണിയുടെ IAS അവരൊക്കെ എഴുതിയേക്കുന്ന ഒരു ബുക്കാണ്. ഇതിനെ സംബന്ധിച്ച് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് 2021 ഡിസംബർ 18 ഇന്ത്യയിൽ ഇത് ലീഗലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗസറ്റ് ആണ് നമ്മൾ ഈ കാണുന്നത്. സോ ഇത് ഇന്ത്യയിൽ മാത്രം നടക്കുന്ന ഒരു ബിസിനസ് അല്ല. നമുക്ക് വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ WFDA പറയുന്നത് മൊത്തം ഈ ഒരു ഇൻഡസ്ട്രി ലോകം ഫുള്ള് 170 രാജ്യങ്ങളിലാണ് ഈ ഒരു ഇൻഡസ്ട്രി വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് അഭിമാനത്തോടെ നമുക്ക് പറയാം ഇന്ത്യ 2019 15ാമത്തെ സ്ഥാനമായിരുന്നു. ടോപ്പ് 2015ാമത്തെ സ്ഥാനമാണ്. ഇന്ന് നിലവിൽ ഇന്ത്യയുടെ റാങ്ക് നോക്കുകയാണെങ്കിൽ 11ാമത്തെ സ്ഥാനം. അതായത് ഈ പറഞ്ഞ എമൗണ്ട് ഇതെന്താണ് നമ്മുടെ സ്ഥാനം കൂടുന്നതോട് നമ്മളെ പോലെ സാധാരണ ആൾക്കാരിലേക്ക് വരുമാനമാണ് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അത്രയും ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഇന്ത്യയിൽ നമ്മൾ പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് അതായത് 15ാമത്തെ സ്ഥാനത്ത് 2019 2.47 ബില്യൺ. അതായത് ഒരു ബില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 100 കോടിയാണ് ഒരു ബില്യൺ. അപ്പൊ 2.47 ബില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 247 ലക്ഷം ഇതിന്റെ സെയിൽസ് 2019 ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നിട്ടുണ്ടെന്നാണ്. അപ്പൊ ഈ സെയിൽസ് വരുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിലേക്കാണ് 60% റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലെ. സോ നമ്മൾക്ക് ഇപ്പൊ ഡയറക്ട് സെല്ലിംഗിന്റെ ഇമ്പോർട്ടൻസും അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനി ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിൽ നിന്ന് നിലവിൽ കുറേ ഉണ്ടല്ലോ. എങ്ങനെ നമുക്ക് ഒരു നല്ല ഡയറക്ട് സെല്ലിംഗ് കമ്പനി നമുക്ക് സെലക്ട് ചെയ്യാം? നമുക്ക് എങ്ങനെ ഡയറക്ട് സെല്ലിംഗ് കമ്പനി സെലക്ട് ചെയ്യാന്ന് നോക്കാല്ലേ. അവർക്ക് സെലക്ട് ചെയ്ത ഡയറക്ട് സെല്ലിംഗ് കമ്പനി ആദ്യത്തെ ഒരു കാര്യമാണ് നമ്മുടെ ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആയിരിക്കും. നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് അത്ര ക്വാളിറ്റി ഇല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമർ പഠിക്കും. നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുകയാണ്, ക്വാളിറ്റി ഒന്നും നോക്കണ്ട. പ്രൊഡക്റ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ സൂപ്പർ മാർക്കറ്റ് ഉണ്ടാവും. നമുക്ക് അതുകൊണ്ട് ഏറ്റവും ഹൈ ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് ആയിരിക്കണം. അതേ പ്രൂവൻ ട്രാക്ക് റെക്കോർഡ് ഓഫ് റിക്വസ്റ്റ് കമ്പനിയുടെ ട്രാക്ക് റെക്കോർഡ് നമ്മൾ നോക്കണം. അതേപോലെ തന്നെ ഈസി ഓഫ് ഡൂയിങ് ബിസിനസ്. നമ്മളെല്ലാവരും പല മേഖലയിൽ നിന്ന് വന്നുള്ള ആൾക്കാരാണ്. സോ ഏതൊരു വ്യക്തിക്ക് വന്നാലും ആ ബിസിനസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കണം. അതേപോലെ ഈ ഒരു മേഖല പുതിയ മേഖല ആയതുകൊണ്ട് തന്നെ അതിനൊരു കോമൺ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടാവണം. ഡയറക്ട് സെല്ലിങ്ങിനെ പറ്റി പഠിപ്പിക്കാനും അതേപോലെ കമ്പനിയുടെ കാര്യങ്ങൾ പഠിപ്പിക്കാനും ഇതിന്റെ ലീഗൽ സെക്ടേഴ്സ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കാനും നമ്മുടെ കമ്പനിക്ക് ഒരു കോമൺ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടാവണം എന്നുള്ളത് മസ്റ്റാണ്. അതേപോലെ സ്ട്രോങ് മാനേജ്മെന്റ് ആൻഡ് ലീഡേഴ്സ് ഉണ്ടാവണം കമ്പനിയുടെ പ്രൊഫൈല്. അതേപോലെ ബിസിനസ് അട്രാക്റ്റീവ് പ്ലാനാണ്. അതായത് നമ്മളെല്ലാവരും വരുമാനത്തിന് വേണ്ടിയാണല്ലോ ചെയ്യുന്നത്. ഏതൊരു വ്യക്തി ചെയ്താലും ഈസി ആയിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതും കൂടി നമ്മൾ നോക്കണം. സോ ഐ എം വെരി പ്രൗഡ് ടു ഇൻട്രൊഡ്യൂസ് ദാറ്റ് നമ്മുടെ കമ്പനി അതായത് ഇന്ത്യൻ ബേസ്ഡ് കമ്പനിയാണ്. ഇന്ത്യയിലെ ടോപ്പ് 10 ഡയറക്ട് സെല്ലിംഗ് കമ്പനി എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ സെർച്ച് നോക്കി കഴിഞ്ഞാൽ ആദ്യത്തെ പേര് കിടക്കുന്നത് എന്തായിരിക്കും? MISL മാർക്കറ്റിംഗ് എന്നൊരു കമ്പനി ആയിരിക്കും. സോ ആ ഒരു കമ്പനിയുടെ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഇവിടെ കേട്ടോണ്ടിരിക്കുന്നത്. നമ്മുടെ കമ്പനിക്ക് ഓൾമോസ്റ്റ് അറൌണ്ട് 700+ ഔട്ട്ലെറ്റ് ഓൾ ഓവർ ഇന്ത്യയിലുണ്ട്. ഇന്ത്യ ഷോപ്പിംഗ് നമ്മുടെ ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആണ്. നമുക്ക് പ്രൊഡക്ട്സ് ഒക്കെ ഓൺലൈൻ ത്രൂ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ഔട്ട്ലെറ്റുകളൊക്കെ ഇന്ത്യ ഷോപ്പിംഗ് എന്നുള്ള പേരിലായിരിക്കും അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് ലോകോത്തര നിലവാരമുള്ള സർട്ടിഫിക്കേഷനിൽ ഒരു ഭയങ്കര വലിയ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് ആയുഷ് എന്ന് പറയുന്നത്. ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി എന്ന് പറഞ്ഞാൽ ആയുർവേദത്തില് ഇതിനേക്കാൾ വലിയൊരു സർട്ടിഫിക്കറ്റ് കിട്ടാനില്ലാന്ന് പറയാം. അതേപോലെ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കറ്റ് നമ്മുടെ പ്രൊഡക്ട്സിന് ഉണ്ട്. അതേപോലെ ഒറാക്കോയുടെ സർട്ടിഫിക്കറ്റ്, അതേപോലെ നോൺ GMO ഇതൊക്കെ നമ്മുടെ എന്താണ് MHR എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂറോപ്യൻ ബേസ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ആണ്. അപ്പൊ ഇത്തരത്തിൽ ലോകോത്തര നിലവാരമുള്ള സർട്ടിഫിക്കേഷൻ ഉള്ള പ്രൊഡക്റ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പാണ് നമ്മുടെ കമ്പനി നമുക്ക് തരുന്നത്. സോ ഈ ഒരു പ്രൊഡക്ട്സ് ഇത്ര ലോകോത്തര നിലവാരം വരാൻ കാരണം നമ്മുടെ സയന്റിസ്റ്റിന്റെ പേരാണ്. 30+ വേൾഡ് ഫേമസ് സയന്റിസ്റ്റുകളാണ് നമ്മുടെ ഓരോ പ്രൊഡക്റ്റിന്റെ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ നമ്മൾ കാണുകയാണെങ്കിൽ നമ്മുടെ KK രാജേഷ്, ഹിന്ദുസ്ഥാൻ ലെവർ, അതേപോലെ നമ്മുടെ ഡാബർ കേട്ടില്ലേ
ഹിന്ദുസ്ഥാൻ എന്നൊക്കെ പറഞ്ഞ കമ്പനിയുടെ മാർക്കറ്റിംഗ് ഹെഡായിട്ടിരുന്നതാണ് KK രാജേഷ്. അതേപോലെ നമ്മുടെ പ്രൊഡക്റ്റിന്റെ മാസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഡോക്ടർ DB അനന്തനാരായണൻ. ഡോക്ടർ DB അനന്തനാരായണനെ പറ്റി പറയുകയാണെങ്കിൽ വാക്കുകളില്ല. നമുക്ക് വിക്കിപീഡിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഒരു 20-30 പേജ് ഇദ്ദേഹത്തിനെ പറ്റി ഉണ്ടാവും. സോ നമ്മള് ഈസി ആയിട്ട് പറയുന്നത് ഡാബർ നാരായണൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഡാബറിനെ ഡാബറാക്കിയത് ബ്രാംപാക്സി പോലുള്ള കമ്പനികൾ വലിയ ഇത്തരത്തിൽ മഹത്തായ കമ്പനികളാക്കി മാറ്റിയ ഒരു വ്യക്തിയാണ് നമ്മുടെ ഡോക്ടർ DB അനന്തനാരായണൻ. സോ അദ്ദേഹം തന്നെയാണ് നമ്മുടെ മാർക്കറ്റിംഗ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ പറയുന്നത്. അതേപോലെ KC ഗൗഡൻ പോലുള്ള 30ഓളം വേൾഡ് ക്ലാസ് സയന്റിസ്റ്റിന്റെ പാനലാണ് നമ്മുടെ ഓരോ പ്രൊഡക്റ്റിനുള്ളത്. നമ്മുടെ കമ്പനി മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് വെൽനസ് ആണ്. നമ്മുടെ ഹെൽത്തിലേക്ക് പോയി. വെൽനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൽനെസിന് ഓപ്പോസിറ്റ് എന്ന് പറയും. നമുക്ക് രോഗം വന്നിട്ട് മാറ്റുന്നതാണോ നല്ലത്, രോഗം വരുന്നതിന് മുമ്പ് അതിനെ പ്രതിരോധിക്കുന്നതാണോ നല്ലത്? സോ രോഗം വരുന്നതിന് മുമ്പ് പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ് വെൽനസ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ. അതില് നമുക്ക് വളരെ ബഹുമാനത്തോടെ പറയാം, ഇന്ന് ഇന്ത്യ കണ്ടതിൽ ഏറ്റവും വലിയ ബെസ്റ്റ് ഹെൽത്ത് കെയർ അവാർഡ് കിട്ടിയ ഒരു ബ്രാൻഡാണ് നമ്മുടെ ബ്രാൻഡ് എലമെന്റ്സ് വെൽനസ് എന്ന് പറയുന്നത്. 2019, 2022 അതേപോലെ 2024 3 പ്രാവശ്യം നമ്മുടെ കമ്പനിക്ക് തുടർച്ചയായിട്ട് നമ്മുടെ ബെസ്റ്റ് ഹെൽത്ത് കെയറിന്റെ എക്കണോമിക് ടൈംസിന്റെ അവാർഡ് കിട്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അതേപോലെ നമുക്ക് പ്രൊഡക്റ്റിനൊന്ന് വേണ്ടി ഓടിച്ചിട്ടൊന്ന് പറഞ്ഞു പോകാം. നിങ്ങൾ ആരാണ് ഇവിടെ കൊണ്ടുവന്നത് അവരുടെ നമ്മൾ നെക്സ്റ്റ് സെക്ഷനിൽ നമുക്ക് പ്രൊഡക്റ്റിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾക്ക് ലിവാഗിൻ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ട്. അതായത് നമ്മുടെ ലിവർ സംബന്ധപ്പെട്ട നമ്മൾക്ക് പ്രോബ്ലത്തിനൊക്കെ നല്ലൊരു അൾട്ടിമേറ്റ് പ്രൊഡക്റ്റ് ആണ് നമ്മൾ ലിവാഗിന്. ലിക്വിഡും ഉണ്ട്, ക്യാപ്സ്യൂളും ഉണ്ട്. അതേപോലെ നമ്മുടെ കഫ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഫം, അതേപോലെ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന് നമുക്ക് നല്ല രീതിയിൽ കെമിക്കലുകളോ അല്ലെങ്കിൽ സൈഡ് എഫക്റ്റുകളോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഈ കഫ്നിക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് ഉറക്കമോ അല്ലെങ്കിൽ കുഞ്ഞു പിള്ളേർക്ക് വരെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കഫ്നിക്കാണ്. എല്ലാം തുളസി അതേപോലെ 6 എഫക്റ്റീവ് ഹെർബ്സിൽ നിന്ന് അതിന്റെ ഔഷധ ഗുണം മാത്രം എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്നതാണ് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും. അപ്പൊ ആ കഫ്നിയിൽ നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. അതേപോലെ വുമൺ കമ്പാനിയൻ, സ്ത്രീകൾക്ക് ഇറഗുലർ പീരീഡ്സ്, PCOD അങ്ങനെയുള്ള പ്രോബ്ലങ്ങൾക്ക് ആ സമയത്ത് അതായത് ഈ ടൈമിലൊക്കെ പെയിൻ വരുന്ന ആൾക്കാർക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. തന്നെയുള്ള പോലെ വുമൺ കമ്പാനിയൻ തന്നെയാണ് നമ്മുടെ വുമൺ കമ്പാനിയൻ. അതേപോലെ മൾട്ടികാർ ബ്ലഡ് പ്യൂരിഫയർ, നമുക്കറിയാം നമ്മുടെ ബൈക്കിൽ പെട്രോൾ എങ്ങനെയാണോ അതേപോലെയാണ് നമ്മുടെ ബോഡിയിൽ എന്ത് ബ്ലഡ്. അപ്പൊ ബ്ലഡ് അശുദ്ധിയാണെങ്കിൽ നമുക്ക് പല രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. സോ അത്തരത്തിൽ നമ്മൾ നാച്ചുറൽ ആയിട്ട് നമുക്ക് ആയുർവേദത്തിൽ തന്നെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ബ്ലഡ് പ്യൂരിഫയർ. അതേപോലെ തന്നെ നമുക്ക് നോവേദന, ഊണ്ടിരിന്ന് കഴിഞ്ഞാൽ നമുക്ക് പൊള്ളലും മുറിവ് അങ്ങനെയുള്ള പ്രോബ്ലംസിനൊക്കെ നമുക്ക് ആയുർവേദിക് സൊല്യൂഷൻ ആണ്. ഈവൻ ഡയബറ്റിക് വുണ്ട് വരെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. നമുക്ക് റിസൾട്ട് പോയി കഴിഞ്ഞാൽ 20 ദിവസത്തിനൊക്കെ ഡയബറ്റിക് വുണ്ട് ഫുള്ളായിട്ട് ക്ലിയർ ചെയ്ത് തരുന്ന റിസൾട്ട് ഉള്ളതാണ്. അതേപോലെ നോവേദന നമ്മുടെ മൂവൊക്കെ പോലെ ഉപയോഗിക്കാം, പക്ഷെ മൂവല്ല. മൂവൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ബോഡി എങ്ങനെ വർക്കാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാലുവേദന വന്നു, നമുക്ക് വേദന തോന്നില്ലേ? ഈ നമ്മളുടെ ഹൈപ്പോതലാമസിൽ ഒരു സമയത്ത് ഒരു വേദന നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു വേദന ജെല്ല് നമ്മൾ തേക്കുകയാണെങ്കിൽ ഒരു പൊള്ളൽ ഉണ്ടാവും. ഈ പൊള്ളൽ വരുമ്പോൾ ഈ വേദന മറക്കും. അത് പൊള്ളൽ മറിയുമ്പോൾ നമുക്ക് ഇന്നേ കാലുവേദന വരും. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നമുക്ക് പൊള്ളൽ വരുന്നത് കൊണ്ടാണ് ആ വേദന. നമ്മൾ വേദന പൊള്ളൽ അറിയുന്നതുകൊണ്ട് ഈ വേദന അറിയില്ല. സത്യത്തിൽ പൊള്ളലോ ചൂടോ ഒന്നും ഇല്ലാണ്ട് നമ്മുടെ മസിൽസിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് നമ്മുടെ മസിൽ പെയിൻ മാറ്റാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ് ആണ് നമ്മുടെ നോവേദന. അതേപോലെ പുരുഷന്മാർക്കുള്ള സ്പെർം മോട്ടിലിറ്റി പ്രൊഡക്ഷൻ കൂട്ടാനുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ മാൻ സെഗ്മെന്റ്. അതേപോലെ തന്നെ നമ്മുടെ ഫൈസ്ട്രെസ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വരുന്ന എല്ലാ പ്രോബ്ലത്തിനും ഒരു കാരണം എന്താണ്? ആരും ചോദിച്ചാലും സ്ട്രെസ് ആണ്. മാഡം വീട്ടിലെ ഗ്യാസ് പോയിട്ടാണോ? എന്ത് കാര്യത്തിന് സ്ട്രെസ് അടിക്കണം എന്നൊന്നും നമുക്കറിയില്ല. നമുക്ക് എന്ത് വന്നാലും സ്ട്രെസ് ആണ്. സോ നമ്മുടെ സ്ട്രെസ് ടോളറൻസ് നമുക്ക് സ്ട്രെസ് മാറ്റാൻ പറ്റില്ല, പക്ഷെ അത്ര ടോളറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്ക് കൂട്ടാൻ പറ്റില്ല. സോ അത്തരത്തിൽ നമ്മുടെ സ്ട്രെസ് ടോളറൻസ് കപ്പാസിറ്റി കൂട്ടുന്ന ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഫൈസ്ട്രെസ്. അതേപോലെ നോവേദന ക്യാപ്സ്യൂൾ, നമുക്ക് വേദനയ്ക്കുള്ള ഒരു ക്യാപ്സ്യൂളാണ്. അതും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ക്യാപ്സ്യൂളാണ്, വണ്ടർഫുൾ ക്യാപ്സ്യൂളാണ്. അതിൽ ഇമ്മ്യൂണോത്രി, നമ്മുടെ ട്രിപ്പല എന്നൊക്കെ പറഞ്ഞു കേട്ടില്ല, അതിന്റെ ഒരു എക്സ്ട്രാക്ട് ആണ് നമ്മുടെ ഇമ്മ്യൂണോത്രി പ്ലസ്. നമ്മുടെ ഉദര സംബന്ധമായ പ്രോബ്ലംസിനൊക്കെ വണ്ടർഫുൾ പ്രൊഡക്റ്റാണ്. നമ്മുടെ ഹാർട്ട് മസിൽസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഹാർട്ട്. അതായത് നമുക്ക് 24 ഉറങ്ങുമ്പോഴും നമുക്ക് നമ്മൾക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മുടെ ഹാർട്ട്. അല്ലേ, ഏത് നേരം നിൽക്കില്ല, നിന്നാൽ ക്ലോസ്. അപ്പൊ അത്തരത്തിൽ നമ്മുടെ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബ്ലഡിന്റെ ഫ്ലോ ഒക്കെ കറക്റ്റ് ആയിക്കൊണ്ട് നമ്മുടെ ഹാർട്ടിലുള്ള ആ മസിൽസിനെ സ്ട്രോങ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഹാർട്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ആയിക്കില്ല, നമുക്ക് കാല് വരുന്ന വെട്ട് കീറൽ അതൊക്കെ ഉള്ളതാണ്. അതായത് പ്രോനാസിക, നമുക്കൊരു നാസൽ സ്പ്രേ ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഐ എനർജി, അതായത് നമ്മൾ ഐ എനർജിനെ പറ്റി പറയുമ്പോൾ നമ്മളിപ്പോ
ഈ കാലഘട്ടത്തിൽ നമ്മൾ ഫോണൊക്കെ ഉപയോഗിക്കുന്നത് ഭയങ്കര നമ്മുടെ ഡെസ്ക് ആയാലും നമ്മുടെ കണ്ണിലൊക്കെ പോകുന്നുണ്ടല്ലേ. ഫോണൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഒരു വരപ്രസാദം എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്നത്. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇതുപോലത്തെ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. നമുക്ക് കണ്ണിൻ്റെ ഒരു നല്ല റിലീഫ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഉപയോഗിച്ച് നോക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. അതേപോലെ നമ്മുടെ പ്രോട്ടീൻ പൗഡർ ഉണ്ട്, ഒരു നേവൽ ഫോർമുലയാണ്. അതായത് 3 തരം പ്രോട്ടീനാണ്, അതായത് വേ പ്രോട്ടീൻ, സോയ പ്രോട്ടീൻ, അതേപോലെ പ്രീ പ്രോട്ടീൻ. നമ്മുടെ അതായത് മസിൽ മാസ് കപ്പാസിറ്റി കൂട്ടുന്നതല്ല, പ്രോട്ടീൻ എഫിഷ്യൻസി കൂട്ടുന്ന ഒരു പ്രോട്ടീൻ പൗഡറാണ്. അപ്പോൾ ഏത് പ്രായക്കാർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ പ്രോട്ടീൻ പൗഡറാണ്. ഇന്ന് ഇന്ത്യയിൽ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുള്ള ഒരേ ഒരു പ്രോട്ടീൻ പൗഡർ നമ്മുടെ പ്രോട്ടീൻ പൗഡറാണ്. സോ അതേപോലെ തന്നെ നമുക്ക് മോറോയിലേക്കും നമ്മുടെ ബോഡി മെറ്റബോളിക്കൽ ആക്ടിവിറ്റീസിന് പ്രോപ്പർ ചെയ്യാനും, അതേപോലെ ഫാറ്റ് നമുക്ക് ഇവിടെ ഡിഫൻസ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ മാറാനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ മോറോയിലേക്ക്. ഒരു മോറോയിലേക്ക് ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഇറ്റാലിയിൽ സിസിലിയിൽ മാത്രം കണ്ടുവരുന്ന ഒരു ഓറഞ്ചിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തേക്കുന്നതാണ്. സോ ഈ ഓറഞ്ച് ബൊട്ടാനിക്കലി ഭയങ്കര ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള ഒരു ഓറഞ്ച് ആണ്. സോ അതേപോലെ ഷുഗർ ഫ്രീ ആയിട്ട്, ഷുഗർ ഉള്ളവർക്കും നമുക്ക് ബോഡി ഫാറ്റ് ഒക്കെ കുറയ്ക്കാനായിട്ട് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ മോറോയിലേക്ക്. അതുപോലെ ഈ ഒരു പ്രൊഡക്റ്റിന് നമ്മൾ എന്തായാലും ഒരു നല്ലൊരു കൈയടി കൊടുക്കണം. കാരണം ഇന്ന് ലോകത്തിൽ തന്നെ 30 ലക്ഷം ഒറാക്ക് വാല്യൂ ഉള്ള ഒരേ ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ഡ്രിങ്ക് ആണ് നമ്മുടെ എലവൻസ് ഓണാൻറ്റോണിന്റെ നമ്മുടെ 95 എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഒത്തിരി ആൾക്കാർക്ക് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ആ ഒരു പെയിൻ മാറ്റാനായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ സാധാരണക്കാരിൽ നിന്ന് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന മാഡം വരെ നമുക്ക് ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ 95. സോ വൺസ് അഗൈൻ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിന് നല്ലൊരു ഐഡിയ കൊടുക്കാം. സോ അടുത്തൊരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഡയാബ ലൈഫ്. ബെസ്റ്റ് ഷുഗർ ലെവൽ കൺട്രോൾ സൊല്യൂഷൻ നമ്മൾ അടിച്ചുവിട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ ഡയാബ ലൈഫ് ആയിരിക്കും. അതായത് നമ്മുടെ അലിസിൻ എന്ന് പറഞ്ഞൊരു കണ്ടന്റ് ആണ്, വെളുത്തുള്ളിയിൽ നിന്ന് എടുക്കുന്ന ഒരു കണ്ടന്റ് ആണ്. ആ ഒരു കണ്ടന്റിനെ സ്റ്റെബിലൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഷുഗർ ലെവലിനെ നാച്ചുറൽ ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഡയാബ ലൈഫ്. അതേപോലെ കവചപ്രാശം നേരത്തെ തന്നെ ഉള്ളതുപോലെ തന്നെ നമ്മുടെ ഒരു ബോഡിക്ക് ഫുൾ കവചം എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരേ ഒരു പ്രാവശ്യം നമ്മുടെ കവചപ്രാശമാണ്. സോ നമ്മുടെ കവചപ്രാശം ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ കെയർ പ്രൊഡക്റ്റ്, അതായത് നമ്മുടെ ഫേസ് സോപ്പ് അങ്ങനെയുള്ള ഹെർബൽ പ്രൊഡക്ട്സ് നമ്മുടെ അടുത്തുണ്ട്, ഫേസ് വാഷ് തൊട്ടില്ല. അപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. ഷാമ്പു, അതേപോലെ നമ്മുടെ പൗഡേഴ്സ്, നമ്മുടെ ന്യൂസ് പ്രൊഡക്ട്സ്, അതേപോലെ നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന നമ്മുടെ ഹോം കെയർ പ്രൊഡക്ട്സ്, അതായത് നമ്മൾക്ക് കെമിക്കലുകളൊന്നും ഇല്ലാണ്ട് നമുക്ക് നമ്മളിപ്പോൾ സാധാരണ നമ്മൾ സോപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ പലർക്കും ഈ സ്കിന്നിലൊക്കെ അലർജി ഉണ്ടെന്ന് പറയുന്നത്. അത്തരത്തിലൊരു പ്രോബ്ലം ഇല്ലാണ്ട് വണ്ടർഫുൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹോം കെയർ പ്രൊഡക്ട്സ് നമ്മൾക്കുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ന്യൂ പ്രൊഡക്ട്സ് ആണ് ഈ കാണുന്നതൊക്കെ. പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ആഗ്രോ കെയർ. നമുക്ക് ഓർഗാനിക് അഗ്രികൾച്ചറിനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ കമ്പനി ഒരു ഇത് ഇറക്കിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇന്ത്യ അഗ്രോ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ്. സോ നമുക്ക് അങ്ങനെ ഇനി വരുന്ന കാലഘട്ടത്തിൽ നമുക്ക് ചോറ് കഴിക്കാണ്ടിരിക്കാൻ പറ്റും. സോ നമുക്കിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ എന്താ നടന്നിരിക്കുന്നത്, നമ്മൾ പല രോഗങ്ങളും വരുന്നത് നമുക്ക് നമ്മുടെ ഫുഡിന്റെ അഭാഗത്ത് കൊണ്ടാണെന്ന് പറയാം. സോ അത്തരത്തിലൊന്നും ഇല്ലാണ്ട് നമുക്ക് ഓർഗാനിക് ആയിട്ട് നമ്മുടെ ഫുഡ് സപ്ലിമെന്റ് എങ്ങനെയാണോ നമ്മുടെ മനുഷ്യരെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്, അതേപോലെ തന്നെ നമ്മുടെ സസ്യങ്ങൾ നമ്മുടെ അഗ്രികൾച്ചർ ഇൻഡസ്ട്രിക്ക് വേണ്ടി നമ്മുടെ കമ്പനി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ഇന്ത്യാഗ്രോ. അതേപോലെ തന്നെ നമുക്കൊരു ലേണിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് പഠിക്കാൻ വേണ്ടി നമ്മുടെ കമ്പനി ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ പേരാണ് MI ഡിജിറ്റൽ. അതേപോലെ തന്നെ ഓഫ്ലൈൻ ആയിട്ട് നമുക്ക് ഹാർവർഡ് സക്സസ് അക്കാഡമി എന്നുള്ള പറയുന്ന ഒരു മാനേജ്മെന്റ് തന്നെ നമുക്കുണ്ട്. ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ ഹാർവർഡ് സക്സസ് അക്കാഡമി. അടുത്തതായിട്ട് ഇനി ഇപ്പൊ നമ്മൾ കമ്പനിയെ പറ്റി അറിഞ്ഞ പ്രോഡക്റ്റിനെ പറ്റി അറിഞ്ഞു. ഇനി നമ്മൾ അറിയേണ്ടത് വെൽത്തിനെ പറ്റിയാണ്. നമുക്ക് എങ്ങനെ ഇതൊക്കെ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു എനിക്ക് എന്താ തുടങ്ങും, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് 3 സ്റ്റെപ്പിലൂടെയാണ് നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ആരാണോ കൊണ്ടുവന്നത് അവരോട് നമുക്ക് ഓൺലൈനായിട്ട് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. കമ്പനിയിൽ രജിസ്റ്റർ ചെയ്യുമ്പോഴേക്കും അവർ യൂണിക് ഐഡി തരും, ഒരു 10 digit യൂണിക് ഐഡി തരും. ഈ ഒരു യൂണിക് ഐഡിയുടെ പ്രത്യേകത പറഞ്ഞാൽ ഗ്ലോബൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. അതുകൊണ്ട് നമുക്ക് ലോകത്ത് എവിടെ വേണമെങ്കിലും മനുഷ്യരുടെ എവിടെ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈസൻസ് ആണ് ഐഡി. സോ ആ ഐഡി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് പ്രോഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുക. ആ പ്രോഡക്റ്റ് നിന്ന് നമുക്ക് യൂസ് ചെയ്തിട്ട് നല്ലതാണ് മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യാം. ഈ റെക്കമെൻഡ് ചെയ്യുന്നതിലൂടെ നമ്മുടെ കമ്പനി നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ എന്നാണ് വിളിക്കുന്നത്. ആ ഡിസ്ട്രിബ്യൂട്ടറിനുള്ള ബെനിഫിറ്റ് ആണ്
6 തരത്തിലുള്ള വരുമാനങ്ങളാണ് നമ്മുടെ കമ്പനി ഒരു ഡിസ്ട്രിബ്യൂട്ടറിന് ഓഫർ ചെയ്യുന്നത്. അതായത് റീറ്റെയിൽ ഇൻകം, സെയിൽസ് ബോണസ്, റാങ്ക് ഇൻകം, പെർഫോമൻസ് ബോണസ്, ലോയൽറ്റി ബോണസ്, റോയൽറ്റി ബോണസ്. ഇതിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് ഒരു ഡിസ്ട്രിബ്യൂട്ടറിന് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ഏൺ ചെയ്യാനുള്ള ഒരു 2-3 ബെനിഫിറ്റുകളാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ആദ്യത്തെ നമുക്കറിയാം റീറ്റെയിൽ പ്രോഫിറ്റ് അല്ലേ. നമ്മളെല്ലാവരും പോയി കടയിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുന്നവരാണ്, കണ്ടല്ലേ? നമ്മളെല്ലാവരും കടയിൽ നിന്ന് സാധനം മേടിക്കുന്നവരല്ലേ. സോ നമ്മൾ മേടിക്കുന്നത് നമ്മൾ കടക്കാരന് എന്തായാലും ഒരു ഡിസ്കൗണ്ട് പ്രൈസിലായിരിക്കും കിട്ടുന്നത്. നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ ആയത് തന്നെ നമുക്ക് ഒരു ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടും, ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിൽ കിട്ടും. അത് നമുക്ക് മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് MRP കൊടുക്കാം. അത്തരത്തിൽ നമുക്ക് ലാഭം കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് കാര്യമാണ് നമ്മുടെ റീറ്റെയിൽ പ്രോഫിറ്റ്. അടുത്തതായിട്ട് കമ്പനി പറയുന്നത് ടേൺ ഓവർ കൂട്ടുന്നതനുസരിച്ച് വീക്കിലി നമ്മുടെ കമ്പനി ഇൻകം തരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബ്രാൻഡ് ആയിട്ടുള്ള ഇന്ത്യാഗ്രോ എലമെന്റ്സ് ഓൺ ആൻഡ് ഓൺ എന്ന് പറഞ്ഞാൽ നമുക്ക് 75% ആണ് BEP കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതേപോലെ ആഹാര ന്യൂസ് സ്റ്റാർ MI ഹോം എന്ന് പറയുന്നത് 35% ആയിട്ടാണ് BEP കാൽക്കുലേറ്റ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 1000 രൂപയുടെ ഉൽപ്പന്നമാണ് നമ്മൾ മേടിക്കുന്നതെങ്കിൽ 75% BEP ആയിട്ട് നമ്മുടെ ഈ ഒരു ബ്രാൻഡുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതേ 350 രൂപയ്ക്ക് നമുക്ക് പറഞ്ഞ പോലെ ആഹാര ന്യൂസ് സ്റ്റാർ MI ഹോം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ബിസിനസ് ഓണുകൾ നമുക്ക് 2 ഓർഗനൈസേഷൻസ്, 2 ബ്രാഞ്ചാണ്. നമ്മളിപ്പോൾ ഒരു ട്രഡീഷണൽ മാർക്കറ്റ് നമ്മളെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്, നമ്മളൊരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നമുക്ക് ബ്രാഞ്ചുകൾ കൂടുന്നതനുസരിച്ച് നമുക്ക് വരുമാനം കൂടും, കറക്റ്റ് അല്ലേ? അപ്പൊ നമ്മുടെ കമ്പനി നമുക്ക് 2 ഓർഗനൈസേഷൻ, 2 ബ്രാഞ്ചുകളാണ് വരുന്നത്. നമുക്ക് ആ 2 ബ്രാഞ്ചുകളിലൂടെ എത്ര ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ മിനിമം 2 ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് എങ്കിലും നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ വരുന്ന ബിസിനസ്സിന്റെ മാച്ചിങ്ങിന്റെ 12% നമുക്ക് വീക്ക്ലി ഇൻകം ആയിട്ട് തരുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഈ ഒരു അവസരം കേട്ടു, ഞാൻ നല്ലത് തോന്നി, ഉൽപ്പന്നങ്ങൾ എനിക്ക് ആവശ്യമുണ്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഐഡിയ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ കുറച്ച് ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്തു. ഞാൻ ഇത് ഉപയോഗിച്ച് നോക്കിയപ്പോൾ നല്ലതാണെന്ന് തോന്നിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എന്റെ കൂട്ടുകാർക്കും എന്റെ സുഹൃത്തിനും അതേപോലെ എന്റെ റിലേറ്റീവ്സിനും റെക്കമെൻഡ് ചെയ്തു. അങ്ങനെ എന്റെ ഓർഗനൈസേഷൻ ഫണ്ടിൽ എന്റെ ഒരു സുഹൃത്ത് വന്നു. അദ്ദേഹത്തിന് വേണ്ട ഒരു 10,000, ഞാനൊരു കാൽക്കുലേഷൻ എളുപ്പമായിട്ടാണ് പറയുന്നത്, ഒരു 10,000 രൂപയുടെ ബിസിനസ്സോട് വരുന്ന പോലെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തു. അതേപോലെ തന്നെ എന്റെ 2 റിലേറ്റീവ്സും കൂടി നമ്മുടെ ഓർഗനൈസേഷൻ ടൂറിൽ വന്നു. അവരും ഒരു 10,000 രൂപ ടോട്ടൽ വരുന്ന ഒരു ബിസിനസ് പർച്ചേസ് ചെയ്തപ്പോൾ അതിന് 12% അപ്പൊ 10,000 ഉണ്ട് മാച്ചിങ് കിട്ടും. അതിന്റെ 12% 1,200 രൂപ എനിക്ക് ആ വീക്കിലി ഇൻകം ആയിട്ട് കിട്ടും. സോ അടുത്തതായിട്ട് ഇവരും ഇതേപോലെ യൂസ് ചെയ്ത് റെക്കമെൻഡ് ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെട്ടു. അവരിലൂടെ ബിസിനസ് വന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വഴി, എന്റെ റിലേറ്റീവിന്റെ വഴി ഒരു വ്യക്തിയും അതേപോലെ എന്റെ ഫ്രണ്ടിന്റെ വഴി മറ്റൊരു വ്യക്തിയും വന്ന് അങ്ങനെ ഒരു 20,000 രൂപയുടെ ബിസിനസ് വന്നു 2 ബ്രാഞ്ചുകളിലും. അപ്പൊ അതിന്റെ 12% 2,400 രൂപ നമുക്ക് വീക്കിലി ഇൻകം കിട്ടിയിട്ടുണ്ടാവും. ഇതേപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്, നമ്മൾ കൊണ്ടുവന്ന വ്യക്തികൾ, നമ്മളിലൂടെ ഈ ഒരു അവസരത്തിലേക്ക് വന്ന വ്യക്തികൾക്കും അതിൻ്റെതായ വരുമാനം, മാച്ചിങ്ങിന്റെ വരുമാനം അവർക്ക് ആദ്യത്തിൽ കിട്ടിയിട്ടുണ്ടാവും. സോ നമ്മൾ ഒരാൾ ധൈര്യമായിട്ടൊരു വരുമാന സ്ഥലത്ത് നമുക്ക് ജോലി മേടിച്ചു കൊടുത്തെന്ന് പറഞ്ഞാൽ ഒരാൾ വരുമാനം ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞാൽ എത്ര വലിയ മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ്. സോ അത്തരത്തിൽ നമ്മളെ വിശ്വസിച്ച് വരുന്ന ആൾക്കാർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അവസരവും നമ്മുടെ കമ്പനി നമുക്ക് ഒരുക്കി തരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു എക്സാമ്പിൾ നമുക്കറിയാം, ബിസിനസ് ആണ് എപ്പോഴും ഒരേപോലെ പോകുക അല്ലേ. ബിസിനസ് എപ്പോഴെങ്കിലും ഒരേപോലെ പോകും, അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാം ഉണ്ടാവും. സോ അങ്ങനെ നോക്കുമ്പോൾ എന്റെ ഓർഗനൈസേഷൻ 1 ഒരു പർട്ടിക്കുലർ ബിസിനസ് പോലെ വന്നു. അതേ ബ്രാഞ്ച് 2 ആൾക്കാർ കുറച്ച് അത്യാവശ്യക്കാരായിരുന്നു, അവർ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അതുകൊണ്ട് 2 ലക്ഷം ബിസിനസ് വന്നു. അപ്പൊ കമ്പനി നോക്കുമ്പോൾ ഏത് മാച്ച് ചെയ്യാൻ പറ്റും? 1 ലക്ഷം മാച്ച് ചെയ്യുമ്പോൾ അതിന്റെ 12% ഇൻകമായിട്ടുള്ള 12,000 രൂപ നമുക്ക് വീക്കിലി ഇൻകമായിട്ട് വരും. അപ്പൊ ഒരു ഡൗട്ട് ഉണ്ടാവും, നമ്മുടെ ബ്രാഞ്ച് 2 വന്ന ടേൺ ഓവർ എന്തായി 1 ലക്ഷം കൂടുതൽ വന്നിട്ടുണ്ട്. അതൊന്നും ആവില്ല. നമുക്ക് എന്നാണോ ക്യാരി ഫോർവേഡ് എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ട്, അത് എന്നാണോ നമുക്ക് വരുന്നത് അന്ന് നമുക്ക് നമ്മുടെ ബ്രാഞ്ച് വണ്ടിയിൽ വരുന്ന ഇൻകം നമുക്ക് കമ്പനി തരും. അപ്പൊ ഒരു പർട്ടിക്കുലർ വീക്കിലായിട്ട് നമ്മുടെ ബ്രാഞ്ച് വണ്ടിയിൽ ഒരു 5 ലക്ഷം ബിസിനസ് വന്നു. അതേ ബ്രാഞ്ച് 2 4 ലക്ഷം വന്നിട്ടുള്ളൂ. അപ്പൊ ഓൾഡ് ആയിട്ട് ഉണ്ടായിരുന്ന ഒരു 1 ലക്ഷം കൂടി കൂട്ടിയിട്ട് 5 ലക്ഷത്തിന്റെ വീക്കിലി ഇൻകം ആയിട്ടുള്ള 12% 60,000 നമുക്ക് വീക്കിലി ഇൻകം ആയിട്ട് തരും. അതേപോലെ 10 ലക്ഷം വന്നപ്പോൾ 1,20,000 തരും. ഇതിങ്ങനെ ലിമിറ്റഡ് ആയിട്ട് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കൊടുക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കമ്പനി അതിനൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അതായത് 17 ലക്ഷം ബിസിനസ്സുകളും 2 ബ്രാഞ്ചുകളും ഒരു വീക്ക് മാച്ച് ചെയ്യുമ്പോൾ ആ വീക്കില് അതിന്റെ 12% 2,10,000 രൂപ നമുക്ക് ആഴ്ചയിൽ വരുമാനം കിട്ടുന്ന ഒരു പ്ലാനാണ് നമ്മുടെ ഈ ഒരു പ്ലാന്. സോ ആഴ്ചയിൽ 2,10,000 ഇനിയിപ്പോ 25 ലക്ഷം ബിസിനസ്സുകൾ വന്നാലും നമുക്ക് ഈ ഒരു സെയിൽസ് ടേൺ ഓവർ ബോണസിൽ നമുക്ക് ഇത് വരുമാനമായിട്ട് കൊടുക്കുക. നമുക്ക് പെർഫോമൻസ് ബോണസ് മറ്റുള്ള വരുമാനത്തിലേക്ക് കൊടുക്കും. സോ ആഴ്ചയിൽ 2,10,000 എന്ന് പറയുമ്പോൾ ഒരു മാസത്തിന് എത്ര ആഴ്ച ഉണ്ട്? ഹലോ, 4 ആഴ്ച അല്ലേ? 4 ആഴ്ച എന്ന് പറയുമ്പോൾ ഒരാഴ്ച 2,10,000 കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ ആൾക്കാരും 4 ആഴ്ചയിൽ കിട്ടുമ്പോൾ എത്ര രൂപ? 8 ലക്ഷം ആവാനായിരുന്നു. നിങ്ങളുടെ കടമൊക്കെ മാറും. അപ്പോ
ആരും ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രോബ്ലങ്ങളും വരും. അപ്പൊ കിട്ടാനുള്ള അവസരമാണ് നമ്മുടെ കമ്പനി വരുത്തി തരുന്നത്. അതല്ലാണ്ട് നമുക്ക് കമ്പനി അധികമായിട്ട് ഇതൊന്നും അല്ലാണ്ട് നമുക്ക് പെർഫോമൻസ് ബോണസ് എന്ന് പറഞ്ഞൊരു ബോണസ് നല്ലൊരു പെർഫോമൻസ് ചെയ്യുമ്പോൾ അതിന് നമുക്ക് അഡീഷണൽ ആയിട്ട് കമ്പനി മന്ത്ലി ഒരു ഇൻകമാണ് പെർഫോമൻസ് ബോണസ്. അതേപോലെ 6 മാസം തുടർച്ചയായിട്ട് പെർഫോമൻസ് ബോണസ് അടിക്കുന്നവർക്ക് സ്റ്റാർ പെർഫോമൻസ് ബോണസ് എന്നുള്ളതും അതേപോലെ റാങ്ക് ഇൻകം എന്നുള്ള അത് ഓരോരോ റാങ്ക് അനുസരിച്ച് അവർക്ക് അഡീഷണൽ വേറെ ഇൻകം ഉണ്ടാവും. അതേപോലെ TTC അപ്പോൾ ലീഡേഴ്സിന് നമുക്ക് മന്ത്ലി കിട്ടുന്ന ഒരു ബോണസ് ആണ് നമ്മുടെ ലോയാലിറ്റി ബോണസ്. അതേപോലെ തന്നെ നമുക്ക് ഡയമണ്ട് റോയാലിറ്റി നമ്മുടെ ടോപ്പ് ലീഡേഴ്സിന് കിട്ടുന്ന ഒരു ബോണസ് ആണ് നമ്മുടെ ഡയമണ്ട് റോയാലിറ്റി. അതേപോലെ എന്നെ ഈ ബിസിനസ്സിലേക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത കാര്യം എന്നല്ല മോസ്റ്റ്ലി ഈ ഒരു ബിസിനസ്സിലേക്ക് വന്ന ആൾക്കാരെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത ഒരു കാര്യമാണ് നോമിനി ഫെസിലിറ്റീസ്. നമ്മളിപ്പോൾ ഒരു ഗവൺമെന്റ് ജോലി പോകണേ നമ്മൾ ഏതോ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോകുന്ന ഒരാളാണ്. നമ്മൾക്ക് ഫാമിലി ഒക്കെ ഉണ്ടല്ലേ, നമ്മളെല്ലാവരും ഫാമിലിയുള്ള ആൾക്കാരാണ്, നമുക്ക് കുടുംബങ്ങളുണ്ട്. നമ്മൾ ജോലി എടുക്കുന്ന നമ്മളാണ് ജോലി എടുക്കുന്ന ഒരാൾ വീട്ടില് വരുമാനം കൊണ്ടെത്തിക്കുന്ന ആൾ നമ്മളാണെങ്കിൽ നമ്മൾ വീട്ടിൽ അടുത്ത ദിവസം ഉണ്ടാവും. ആലോചിക്കുന്നുണ്ടാവും അങ്ങനെ ആലോചിച്ച് നോക്കുവാണെങ്കിലും എന്താകും ആരെങ്കിലും ഒരാൾ പറയും നമ്മുടെ വീട്ടിലേക്ക് വരുമാനം വന്നിലേക്ക് ഉണ്ടാവും, കട അവിടെ തന്നെ ഉണ്ടാവും, നമുക്ക് ആവശ്യങ്ങൾ അവിടെ ഉണ്ടാവും, വിശപ്പ്. അപ്പോൾ വരുമാനം അത്യാവശ്യമാണ്. അങ്ങനെ നമ്മൾ ഏതൊരു ജോലി മേഖലയിൽ ഇല്ലാത്ത പോലെ നമ്മുടെ കമ്പനി നമ്മളിപ്പോൾ ഒരു 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 ലക്ഷം ഈ സീലിംഗിൽ എമൗണ്ട് അടിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ ലോകത്തോട്ട് ഇവിടെ വരുന്നത്. മനുഷ്യരാണ് എന്താണെങ്കിലും നടക്കുക അല്ലെ. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ആരെയാണ് നോമിനേറ്റ് വെച്ചിരിക്കുന്നത്, ഇപ്പൊ നമ്മുടെ പിള്ളേരെയാണ് വെച്ചെങ്കിൽ ആരെയാണ് നോമിനേറ്റ് വെച്ചിരിക്കുന്നത് അവരിലേക്ക് ആ റാങ്കും ആ വരുമാനവും അടുത്ത ആഴ്ചയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു രീതിയിലാണ് നമ്മൾ നോമിനേറ്റ് ചിന്തിച്ചത്. ഈവൻ ഗവൺമെന്റ് ജോലി ചെയ്യുന്ന ആൾക്ക് ഡിഗ്രി കഴിഞ്ഞിട്ട് മതിയോ? ഇനി വേറൊരു കാര്യം പറയാം, നമ്മുടെ മകൻ കഴിഞ്ഞാൽ നമുക്ക് എന്താ അടുത്ത ജനറേഷനിലേക്ക് ഈ ഒരു നോമിനേറ്റ്, അതായത് എന്റെ മകൻ ഇപ്പൊ വേണം നോമിനേറ്റ് വെക്കുന്നത് അടുത്ത ജനറേഷനിലേക്ക്. അതുപോലെ 3 ജനറേഷൻ വരെ നമുക്ക് നോമിനി ഫെസിലിറ്റീസ് നമ്മുടെ കമ്പനി ഒരുക്കി തരുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ കമ്പനി ഫ്രീ ആയിട്ട് ഇൻഷുറൻസ്, ആക്സിഡന്റ് കവറേജ് ഇൻഷുറൻസ് ഓരോ റാങ്ക് എത്തുമ്പോൾ കൊടുക്കുന്നുണ്ട്. 3 ലക്ഷം മുതൽ 7 ലക്ഷം വരെ. ഇപ്പൊ എന്റെ കാര്യം പറയാന്ന് തന്നെ എനിക്ക് ഇൻഷുറൻസ് നമുക്ക് ഓരോ റാങ്ക് അടിക്കുമ്പോൾ എല്ലാവർക്കും ഇൻഷുറൻസ് കിട്ടുന്നതാണ്, അത് അഡീഷണൽ ആയിട്ട് കിട്ടുന്നതാണ്. സോ നമ്മൾ ആദ്യം ഒരു കാര്യം പറഞ്ഞാലേ ഒരു നല്ലൊരു ഡയറക്ടറിംഗ് കമ്പനിയെ സെലക്ട് ചെയ്യാൻ നമ്മൾ കുറച്ച് കാര്യം പറഞ്ഞു. നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റ് ടോപ്പ് ക്വാളിറ്റി പ്രോഡക്റ്റ്, അതായത് ബെസ്റ്റ് ഹെൽത്ത് കെയറിന്റെ അവാർഡ് കിട്ടിയ പ്രോഡക്റ്റ് ആണ്, ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്. അപ്പൊ നമ്മുടെ ടോപ്പ് ബ്രാൻഡ് അല്ലേ, നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡ് അവാർഡ് 2024 അടിച്ചു നോക്കി കഴിഞ്ഞാൽ ആദ്യം വരുന്ന പേരായിരിക്കും എന്ത്, എലമെന്റ്സ് വെൽനസ്. അപ്പൊ ടോപ്പ് ബ്രാൻഡാണ്. പിന്നെ പ്രൂവൺ ട്രാക്ക് റെക്കോർഡ് ഓഫ് സക്സസ്, അതായത് നമ്മുടെ ഈ പറഞ്ഞ 2,10,000 കമ്പനി എത്ര പേര് മേടിക്കുന്നു പറഞ്ഞാൽ ഇന്ന് നിലവിൽ 10 വർഷത്തോടെ 2,500 ആൾക്കാർ, സാധാരണക്കാരുടെ ആൾക്കാർ, ഹൈ പ്രൊഫൈൽഡ് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് ഈ 2,10,000 ആഴ്ചയിൽ 2,10,000 മേടിച്ചു കൊടുക്കാൻ ഈ 10 വർഷം കൊണ്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. കമ്പനിയുടെ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത 5 വർഷത്തിൽ ഈ 2,500 5,000 ആക്കണമെന്നാണ്. സോ നമ്മൾക്ക് ഓരോരുത്തർക്കും ട്രൈ ചെയ്താൽ പറ്റൂലേ. സോ പ്രൂവൺ ട്രാക്ക് റെക്കോർഡ് ആണ്. പിന്നെ 2 ബ്രാഞ്ചുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് അൺലിമിറ്റഡ് ആയിട്ടുള്ള വരുമാനം കിട്ടുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ ഈസി ഓഫ് ഡൂയിങ് ബിസിനസ് അല്ല, നമ്മൾ മേടിക്കുന്നു, നമ്മുടെ സാധാരണ ഉൽപ്പന്നങ്ങൾ എന്തായാലും നമ്മൾ മാർക്കറ്റിംഗ് മേടിക്കുന്നതാണ്. നമ്മുടെ ബ്രാൻഡും ഷോപ്പും ഒന്ന് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു വരുമാനം കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ, ഈസി നമുക്ക് ചെയ്യാനായിട്ട്. അപ്പൊ ഈസി ഓഫ് ഡൂയിങ് ബിസിനസ് ആണ്. പിന്നെ ഒരു കോമൺ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉള്ള ഒരു കമ്പനിയാണ്. അതേപോലെ തന്നെ ഹൈ ക്വാളിറ്റി മാനേജ്മെന്റ് ലീഡേഴ്സ് ഉള്ള ഒരു കമ്പനിയാണ്. അതേപോലെ തന്നെ അട്രാക്റ്റീവ് ബിസിനസ് പ്ലാൻ ആണ്. സോ നല്ലൊരു ഡയറക്ഷൻ ഇതെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് ആണ്. ISO സർട്ടിഫിക്കേഷൻ 9001 2015 ഇതാണ് നമ്മുടെ കമ്പനിയുടെ മാനേജ്മെന്റ്. അതേപോലെ തന്നെ FICCI ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചാമ്പർ ഓഫ് കൊമേഴ്സ് ഇൻഡസ്ട്രിയുടെ മെമ്പറാണ്. അത് ഈ FICCIയുടെ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,000 കോടിക്ക് മേളിൽ ടേൺ ഓവർ ഉള്ള കമ്പനി മാത്രമേ FICCIയുടെ മെമ്പർഷിപ്പ് ഉണ്ടാവും. അതായത് നമ്മളിത് കാണുന്ന റിലയൻസ് ഗ്രൂപ്പ് ആണെങ്കിലും ടാറ്റ ആണെങ്കിലും അതുപോലെ വലിയ വലിയ ബിസിനസ് കാറ്റഗറി ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഈ FICCIയുടെ മെമ്പർഷിപ്പുകളാണ്. നമ്മുടെ കമ്പനി FICCIയുടെ ഒരു മെമ്പറാണ്. അത് മാത്രമല്ല ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഡയറക്ടറിംഗ് അസോസിയേഷന്റെ ഒരു പ്രൗഡ് മെമ്പറാണ് നമ്മുടെ കമ്പനി. ഇത് മാത്രമല്ല ഇന്ത്യൻ സ്കിൽ ഇന്ത്യ പ്രോജക്ട്, അത് സ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻട്രൽ ഗവൺമെന്റ് ഒരു തൊഴിൽ നൈപുണ്യ പദ്ധതിയാണ്. അതിന്റെ ആദ്യത്തെ MOU സൈൻ ചെയ്ത കമ്പനി നമ്മുടെ കമ്പനിയാണ്. ഇത്രയും ഡീറ്റെയിൽസ് നമ്മുടെ കമ്പനിയെ പറ്റി പറഞ്ഞു. സോ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഒഫീഷ്യൽ സൈറ്റ് ആയിട്ടുള്ള FILSmarketing.com www.FILSmarketing.com നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും. സോ ഇന്ന് ഈ ഒരു അവസരം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി ഈ ഒരു അവസരത്തിലേക്കാണ് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. എങ്ങനെ ഇത് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ അടുത്ത സെക്ഷനിലേക്ക് പോകുന്നത്. സോ ഈ ഒരു അവസരം എനിക്ക് തന്ന, ഈ ഒരു അവസരത്തിലേക്ക് എന്നെ കൊണ്ടുവന്ന ഈശ്വരനും അതേപോലെ തന്നെ എനിക്ക് ഈ ഒരു അവസരം ഇതിലൂടെ
പരിചയപ്പെടുത്താൻ സാധിച്ച നമ്മുടെ ഫിൽട്ടർ ഇന്റർനാഷണൽ ഗ്രൂപ്പിനും അതിന്റെ ഫൗണ്ടേഴ്സിനും നമ്മുടെ ടോപ്പ് ലീഡേഴ്സിനും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വന്നുള്ള എല്ലാവരും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു അവസരം ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. സോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എൻ്റെ പേര് അസ്കർ എന്നാണ്, അത് പരിചയപ്പെട്ടില്ല. എൻ്റെ പേര് അസ്കർ എന്നാണ്. പലർക്കും അറിയാമെങ്കിൽ പുതിയതായിട്ട് കുറച്ച് മുഖങ്ങളുണ്ട്. സോ അസ്കർ എന്നാണ്. ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വന്നത്. ഈ ഒരു ഇൻഡസ്ട്രിക്ക് വന്നതുകൊണ്ട് എനിക്ക് എന്തൊക്കെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മലയാളം അറിയില്ല, ഞാൻ തമിഴ്നാട്ടിലാണ് പഠിച്ചത്. എൻ്റെ ഏറ്റവും ആദ്യത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മലയാളം പഠിക്കാൻ പറ്റി, 10 പേരുടെ മുമ്പിൽ സംസാരിക്കാൻ പഠിക്കാൻ പറ്റി. പിന്നെ അത് മാത്രമല്ല, ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ എൻ്റെ സ്വന്തം കാര്യങ്ങൾ എനിക്ക് നോക്കാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ബിസിനസ് അവസരത്തിൽ കൂടെ ആദ്യം ഒരു 2 വീലർ അച്ചീവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നാളെയാണ് എൻ്റെ അടുത്തൊരു 2 വീലർ, നമുക്ക് 2 വീലർ നാളെ എൻ്റെ അടുത്തൊരു 2 വീലർ ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞേക്കാം. സോ അത്തരത്തിൽ വലിയൊരു അച്ചീവ്മെന്റുകളിലേക്ക് ഈ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്കും എത്താൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും കേട്ടത് നിങ്ങളാണ്, തീരുമാനം എടുക്കേണ്ടതും നിങ്ങളാണ്. ചിലപ്പോൾ ഈ തീരുമാനം നിങ്ങളുടെ വലിയൊരു അവസരത്തിലേക്ക് നിങ്ങൾക്കൊരു വഴിയാകും. സോ അത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.